അതായത് പ്രധാനമായിട്ടും ഈ മാപ്പ് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആദ്യം റെഡ് അലേർട്ട് എവിടെയൊക്കെയാണ് എന്ന് നോക്കുകയാണെങ്കിൽ കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലൊക്കെ തന്നെ റെഡ് അലേർട്ട് ആണ് ഉള്ളത്. ബാക്കിയുള്ള ജില്ലകളിലൊക്കെ തന്നെ അതായത് പാലക്കാട്, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ ഒക്കെ തന്നെ ഓറഞ്ച് അലേർട്ടുമാണ് ഉള്ളത്. പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാട്, കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് എന്നീ 5 ജില്ലകളിലാണ് ഇന്ന് റെഡ് അലേർട്ട് ഉള്ളത്. ഇവിടെ അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അപ്പോൾ ഈ മാപ്പ് പരിശോധിച്ചാൽ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാകും എവിടെയൊക്കെയാണ് ഈ അലേർട്ടുകൾ കൃത്യമായിട്ടുള്ളത് എന്നുള്ളത്. 5 ജില്ലകളിൽ റെഡ് അലേർട്ടും അതേപോലെ തന്നെ ബാക്കിയുള്ള ജില്ലകളിലെല്ലാം തന്നെ ഓറഞ്ച് അലേർട്ടുമാണ് ഇന്ന് ഉള്ളത്. ഈ ജാഗ്രതാ നിർദ്ദേശങ്ങളും കൃത്യമായി തന്നെ പാലിക്കേണ്ടതുണ്ട്. കാരണം ഈ ഒരു റെഡ് അലേർട്ട് ഉള്ള ജില്ലകളിലൊക്കെ തന്നെ അതിശക്തമായ മഴയ്ക്കാണ് സാധ്യതയുള്ളത്. അപ്പോൾ ഈ ഒരു സാഹചര്യം മുൻനിർത്തിക്കൊണ്ട് എല്ലാവരും കൃത്യമായ ജാഗ്രതയും പാലിക്കേണ്ടതുണ്ട്. കേരള തീരത്ത് കടലിലും പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയുണ്ട്. ശക്തമായ കാറ്റിനുമാണ് സാധ്യതയുള്ളത്.